ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് രാവിലെയാണ് ഗൈസ്. രാവിലെ ഒരു എണിയുമായി നൂഷികാക്ക എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ തന്നെ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സിദ്ധികാക്കാൻ്റെ വീടിൻ്റെ പെയിൻറ്റിങ് പണിയാണ്. കാക്കാനെ സഹായിക്കാൻ കാക്കാൻ്റെ ആരുമൽ പുത്ര അപ്പെക്സിൻ്റെ ടീഷർട്ടൊക്കെ ഇട്ട് പോകുന്നുണ്ട് കേട്ടോ. കാക്കാക്ക് പെയിൻറ്റ് കടയിൽ നിന്ന് ഇട്ടുന്ന ടീഷർട്ടൊക്കെ മക്കളാണ് ഇടാറ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ എല്ലാ പണികളും ആസ് യൂഷ്വൽ പെയിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ രണ്ടാമത്തെ മുത്തച്ഛനാണ്. അപ്പോൾ ഇവിടെ വാതിലൊക്കെ വെച്ചു ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ. അപ്പോൾ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ജനലുകളൊക്കെ ഒരതിയത് നമ്മുടെ വീട്ടിലെ മക്കളാണ്. കാക്കാനെ സഹായിക്കാൻ കുട്ടീസാണ് കേട്ടോ എപ്പോഴും ഉണ്ടാവാറ്. അപ്പം ഒരതിലൊക്കെ കഴിഞ്ഞപ്പോൾ പെയിൻറ്റിങ് ആണ്. ഇന്നിപ്പോൾ മേലൊക്കെ ഉണ്ട് അടിക്കുന്നത്. അങ്ങനെ എല്ലാ ജനലുകളുമാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അർഷാക്കും ഇന്നതേ ലീവാണ്. രാവിലെ തന്നെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്നു. കഞ്ഞി കുടിക്കുന്നുണ്ടാൽ നമുക്ക് മനസ്സിലാകും ആൾ മത്സരത്തിന് പോകാനുള്ള സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ കഞ്ഞിയൊക്കെ കുടിക്കൽ കഴിഞ്ഞപ്പം വണ്ടി വന്നപ്പോൾ ചാടി ഇറങ്ങി ഓടുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ലോങ് ആണ് മത്സരം. അപ്പോൾ അതേ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. ആൾ ടാറ്റ ബൈ 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 ഈശേ പോയി. എന്നിട്ടല്ലേ ആ മത്സരത്തിന് ഫസ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൺഗ്രാജുലേഷൻ. അർഷാക്കുൻ്റെ മുഖത്തെ ചിരി ഉണ്ടെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ ഇന്നലെ 12 മണി മുതൽ ഇവിടെ കറണ്ടില്ല. വണ്ടി പോകുമ്പോഴെങ്കിലും കാറ്റ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പോണത്. അങ്ങനെ റിതമോൾ എവിടുന്നോ ഒരു കേക്കും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ കണ്ട കുട്ടികളുടെ ഇടയ്ക്കുള്ള ഒരു കേക്കും കൊണ്ട് വന്നിട്ട് ആകെ കൂടെ സ്വയ്പായി. അങ്ങനെ ഞാനൊരു പൊട്ട് തരുമോന്നൊക്കെ ചോദിച്ചപ്പോൾ തരാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അങ്ങോട്ട് പോയി ഓള്. ഇപ്പം ഒരു ലഡു കൊണ്ട് എല്ലാ മക്കൾക്കും ഒരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഐസോലും കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറുത്. ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓൻ്റെ വായിൽ വെച്ച് കൊടുക്കും. ഓനാണെങ്കിൽ അതൊക്കെ തിന്നും ചെയ്യും കേട്ടോ. എന്ത് കൊടുത്താലും തിന്നും. അങ്ങനെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലഡു. കണ്ടില്ലേ, നന്ന ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പന്നൊരു പൊട്ട് ലഡു ഞാനും അടിച്ച് മാറ്റി. വീടിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ തോന്നുന്നില്ല കേട്ടോ, കാരണം ഭയങ്കര ചൂടാണ്. അങ്ങനെ റിതമോളെ കയ്യിൽ നിന്നൊരു പൊട്ട് കേക്കും വാങ്ങി. ചെറുക്കനിക്കൊന്നും തന്നില്ല. ഓൻ ഒറ്റയ്ക്ക് ബബിളും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മക്കളെ നിന്നൊക്കെ സ്കി കഴിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും വീശിയും കൊണ്ടാണ് നടക്കുന്നത്. ഇന്നലെ രാത്രിയൊക്കെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഉറങ്ങിയത്. ബുക്കൊക്കെ വീശിയിട്ട് കറണ്ടും ഇല്ല, ചൂടെടുത്തിട്ട് ആകെ സീന്. ക്ലോക്കിലെ ബാറ്ററി കഴിഞ്ഞിട്ടുണ്ട്. ശുഭം. അങ്ങനെ മൊത്തത്തിൽ ഒരു അൽക്കൊലത്ത് ഡേ ആണ് കേട്ടോ. ചുട്ടിട്ട് പണികൾ എടുക്കാനും തോന്നുന്നില്ല, എന്നൊരു ഭാഗത്ത് കടക്കാനും തോന്നുന്നില്ല. പുറത്താണെങ്കിൽ വെയിലുമാണ്. നേരെ വെളുത്താൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വെയിലാണല്ലോ. അങ്ങനെ കറണ്ട് വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഹൈസുവിനെ ഞാൻ എന്തായാലും ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് ഉറക്കാനുള്ള തത്രപ്പാടിലാണ്. ഓനാണെങ്കിൽ നല്ല ചിരിയാണ് കേട്ടോ. പക്ഷെ ഓൻ പെട്ടെന്ന് വയർക്കുകൊണ്ട് ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ കൂടെ വേർത്ത് കുളിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഷിഫുവിൻ്റെ ഗാനം കേട്ടിട്ടാണ് അവൻ ഉറങ്ങണത്. ഹൈസുവിനെ പലരും പല സമയത്ത് ഉറക്കാറുണ്ട് കേട്ടോ. സിറ്റൗട്ടിൽ ഇതേ മക്കളും ഉപ്പപ്പിയും കൂടെ കറണ്ട് നേരാക്കാൻ ആൾ വരുന്നുണ്ടോ നോക്കി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അടുക്കളയിൽ വന്നപ്പോൾ ഉമ്മ മുണ്ടാതെ നിന്ന് പാത്രം കഴുകണം കേട്ടോ. അങ്ങനെ ആ പണിയുടെ കഴിഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ KCB-കാരൊക്കെ എത്തിയിട്ട് രാവിലെ തന്നെ ഇപ്പോൾ വിളിച്ചിട്ട് 4 ചീത്ത എന്താ കറണ്ട് വരാത്തെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം കീറാൻ നിൽക്കുക കേട്ടോ. അങ്ങനെ കറണ്ട് വന്നപ്പോൾ ഫാനൊക്കെ കറങ്ങി ഗൈസ്. ഇതിൻ്റെ സൗണ്ട് കൂടെ കേൾക്കട്ടെ എനിക്കിങ്ങനെ ഞാനൊരു സൈക്കോ ആയി മാറുന്നുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു 5 മിനിറ്റ് അവിടെ കിടന്ന് കാറ്റുണ്ട് കേട്ടോ. ഐസു അപ്പത്തിന് ഉറങ്ങി നീട്ടിട്ടുണ്ടായിരുന്നു. വീണ്ടും കൊട്ടി ഉറക്കാനുള്ള പണിയിലാണ് ഷിനു. 5 മിനിറ്റ് കിടന്നപ്പോഴാണ് മോട്ടർ ഇടുന്നുള്ള ബോധം വന്നത്. അങ്ങനെ അവിടെ പാഞ്ഞു പോയി മോട്ടറൊക്കെ ഇട്ട് ഒരു കത്തിരിക്കെടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. 2-3 മഴയൊക്കെ കിട്ടിയോണ്ട് കറിവേപ്പ് ഒന്ന് പുഷ്ടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കുറച്ച് ഹൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് വേറൊരു കറിവേപ്പാണ്. അതും അത്യാവശ്യം നല്ല രീതിയിൽ ആവണുണ്ട്. പിന്നെ ഞാൻ ചീര പൊട്ടിക്കാൻ നേരത്തെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. പിന്നെ ചീരക്ക് എനിക്ക് എൻ്റെ മൂഡ് മാറി. അപ്പോൾ ചീനമുളക് കണ്ടു. പിന്നെ അപ്പുറത്ത് മത്തനില ഉണ്ട്. അപ്പം ഞാൻ കരുതിയിരുന്ന എപ്പോഴും ചീരയല്ലേ വെക്കാറ്, മത്തനില വെക്കാന്ന് കേട്ടോ. ചീര തന്നെ ഉണ്ടായതാണ്, മത്തൻ താത്ത കുഴിച്ചിട്ടതാണ്. സോ ഇത് പൊട്ടിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് അപ്പുറത്ത് വേറെ ഉണ്ടായിരുന്നു. അത് പൊട്ടിക്കരുതെന്ന് പറയാൻ കാരണം ഇതിൽ മത്തൻ്റെ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത് കിടക്കുന്ന ഒരു മത്തൻ. അതുകൊണ്ടാണ് അത് പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞത്. എന്താ ചെയ്യാം, മുത്തശ്ശി പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പൊട്ടിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. അജുവാണ് കേട്ടോ ഇതിൻ്റെ എല്ലാം ഓണർ. ഞാൻ എന്താ പൊട്ടിക്കണമെന്ന് നോക്കാൻ വന്നിരിക്കണം. അങ്ങനെ പാടത്തേക്ക് കുറച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് എന്തോ ഭാഗ്യത്തിന് പാടത്തേക്ക് മൂക്കും കുത്തി വീണില്ല കേട്ടോ. അൽഹംദുലില്ലാ ഹൈർ. എല്ലാം ഇപ്പോൾ നല്ല രസമായിരുന്നു കാണാൻ. അങ്ങനെ തിരിച്ചു വരുന്ന വഴിയിൽ അജുവും ശൈലത്താത്തയും കൂടെ കുറച്ച് ചീനമുളക് പറിച്ചു തന്നു. ഓരുടെ ഇഷ്ടത്തിനല്ല കേട്ടോ, ഞാൻ പറഞ്ഞിട്ടാണ് പറിച്ചു തന്നത്. എന്നാലും ഒരു ചമ്മന്തി അരക്കാലോ എന്നൊക്കെ കരുതി. അങ്ങനെ നമ്മളെ വീട്ടിലെത്തി ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് സെറ്റ് ചെയ്യാൻ കേട്ടോ. ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ചതച്ച് വെച്ചിട്ടുള്ള ചീനമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ അതിലോട്ട്
ലൂസാക്കിയ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ കട്ടി കുറച്ച് പച്ചവെള്ളം കഞ്ഞിവെള്ളം കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ കറിയാണ്. കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുക. നല്ല രസമായിട്ടത് കഴിക്കാൻ. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മത്തനില്ല അപ്പോഴും ഉണ്ടോ എന്നൊക്കെ നോക്കി കഴുകി ഒന്ന് പിച്ചി പറിച്ചെടുത്താണ് കേട്ടോ. അപ്പം അത് പൊട്ടിച്ചതും ഉണ്ട്. മൊത്തത്തിലൊരു ചൊറിച്ചിലൊക്കെ ഫീൽ ആവുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ കാട്ടിക്കൊക്കെ പോയാൽ കാട് മീൻസ് എല്ലാം എന്തെങ്കിലുമൊക്കെ പൊന്തൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിലുണ്ടാവാറുണ്ട്. പിന്നെ ഇതിനാണെങ്കിൽ പുറത്തും ഇങ്ങനെ കുത്തുന്ന രോമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടായിരിക്കാം. എന്തായാലും മത്തൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെന്ത് കഴിഞ്ഞ് നമുക്ക് ഇറക്കി വെക്കാം. അടുത്ത ഡിഷ് ചിക്കനാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ചിക്കനാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും വീട്ടിലും ചിക്കനായിരിക്കും. ചിക്കന് വില കുറവാണ്, മീനിന് വില കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മീൻ വാങ്ങുന്ന പൈസക്ക് ചിക്കൻ വാങ്ങി ചിക്കൻ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ എന്തായാലും അതാണ് കുക്ക് ചെയ്യണത്. ഇന്ന് വേറൊരു രീതിയിലാണ് ഞാൻ വെക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് എല്ലാ മസാലപ്പൊടികളും ഇട്ടിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മഞ്ഞൾ, മുളക്, മല്ലി, ഗരം മസാല, ചിക്കൻ മസാല, കുരുമുളക് പൊടി എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൽ കുരുമുളക് പൊടി ഇല്ല, കാരണം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. സോ ഞാനത് ഇട്ടിട്ടില്ല. അപ്പം എല്ലാം കൂടെ ഒന്ന് കരിഞ്ഞു പോവാതെ നമുക്കിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കഴുകി വെച്ചുള്ള ഞാൻ ചിക്കൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ, കാരണം അർഷാക്ക് മത്സരത്തിന് പോയി. അപ്പോൾ ആൾ കഴിക്കാനുണ്ടാവില്ല. ഉച്ചയ്ക്ക് ഞാനും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പം കുറച്ച് മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടില്ലേ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടക്ക തുറക്ക ഇളക്കുക. ഈ ഒരു കാര്യം മറക്കരുത്, കാരണം അടി പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അതിലുള്ള ചിക്കനിൽ വെള്ളം ഇറങ്ങുമല്ലോ. അതിന് ചിക്കനൊക്കെ ഏതാണ്ട് വെന്ത് കഴിഞ്ഞു തോന്നുമ്പോൾ നമുക്ക് അതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയുള്ളി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടണം കേട്ടോ. ഞാൻ ഉള്ളിടുന്ന സമയത്ത് കറിവേപ്പില ഇടാൻ മറന്നുപോയി, പിന്നീട് ഓർമ്മ വന്നപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് അടച്ചേക്കാം. ഒന്ന് സെറ്റായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം കേട്ടോ. എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കണം. പിന്നെ നമുക്ക് അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി അരച്ച് ഇങ്ങനെ ലൂസാക്കിയിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ആവശ്യത്തിന് പുളി ഉള്ള ഒരു മീഡിയം സൈസ് തക്കാളി എടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ നമ്മളെ സംഭവം സെറ്റാട്ടോ. വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്തെടുക്കാം. ഇതിന് വേറൊരു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഒരു ചിക്കൻ മസാല ഉണ്ടാക്കുമല്ലോ, അതേപോലെയല്ല, വേറൊരു ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഡെയിലി ചിക്കൻ ആയതുകൊണ്ട് ഇപ്പോൾ വെറൈറ്റി എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അർഷാക്കു ആണ് അത് ആദ്യമായിട്ട് ഉണ്ടാക്കി തന്നത്. അപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി. അതാണ് ഇപ്പോൾ അർഷാക്കു ഇല്ലാത്ത സമയത്ത് ഞാൻ ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ. അപ്പോൾ അർഷാക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ദാഹം തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാംഗോ ജ്യൂസ് അടിച്ചു കേട്ടോ. ഇവിടെ അടുത്ത് മൂച്ചിൻ്റെ താഴെ നിന്ന് കിട്ടിയ മാങ്ങയായിരുന്നു. അങ്ങനെ ഞാൻ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ നൗഷികാക്ക പെയിൻറ്റിങ് ചെയ്യുന്ന അവിടെ ഒന്ന് പോയി നോക്കിയതാണ്. ഇവിടെ മക്കളും ശൈലത്താത്തൊക്കെ ഉണ്ടായിരുന്നു. ഐസ് ശൈലത്താത്താൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ കുട്ടീനെയും കൂടെ വാങ്ങാൻ എഴുതിയിട്ട് കയറി വന്നതാണ്. കാക്ക അടിച്ചടിച്ചൊരു വരുമായിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. നൗഷികാക്ക എവിടെ പണിയെടുക്കണമെങ്കിലും ശൈലത്താത്തയും കൂടെ കമ്പനിക്ക് ഇതുപോലെ വന്ന് നിൽക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സാണ്. ക്ലാസ് മീൻസ് കുട്ടികൾക്ക് നമ്മളിങ്ങനെ ഇംഗ്ലീഷ് രണ്ടുപേരും വളരെ വീക്കാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര സംഭവമാണ് ഇംഗ്ലീഷിൽ. എന്നല്ല, എന്നാൽ ഓൽക്കറിയാത്ത കാര്യങ്ങൾ എനിക്കറിയാം. അപ്പോൾ ആ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ ഓൽക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഓൽക്കില്ലേ ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല, അതേപോലെ തന്നെ ചെറിയ പ്രശ്നങ്ങൾ. പിന്നെ ഓൺലൈനൊക്കെ ചേർക്കാന്ന് പറയുമ്പോൾ വെറുതെ എന്തിനാ ഇപ്പോൾ കുറച്ച് പൈസ കളയുന്നത്, നമുക്ക് അറിയുന്നത് നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. അങ്ങനെ അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭയങ്കരമായിട്ടുള്ള മഴ വന്നത് കേട്ടോ. മഴ, ചെറിയ തരം കാറ്റും ചെറിയ തരം ഇടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾക്ക് ഭയങ്കര ഒരു ആഗ്രഹം മഴ നനയണമെന്ന്. അങ്ങനെ സയാൻ മഴയൊക്കെ കൊണ്ട് കുളിച്ച് കളിച്ച് പന്തൊക്കെ കളിച്ച് ആകെ കേട്ടോ ഓല പൂതിയാണ് മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ പിന്നെ മഴ പെയ്ത സന്തോഷത്തിൽ ആ വൈകുന്നേരം അങ്ങനെ പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വിശേഷമായിട്ട് വരാം കേട്ടോ. അപ്പോൾ ശരി, ടാറ്റ.